80,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഒരു വമ്പൻ ഷോറൂമിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. കേരളത്തിൽ ഇന്ന് വരെയും കണ്ടിട്ടില്ലാത്ത കളക്ഷൻസ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ ഇന്ന് വരെയും ഫീൽ ചെയ്യാത്ത, അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ട് ആയിക്കോട്ടെ, ഒരു എഞ്ചിനീയർ ആയിക്കോട്ടെ, അവരൊക്കെ ഏത് കടയെ റിപ്പീറ്റ് ചെയ്ത് പോകുമ്പോഴും സെയിം ഐറ്റം തന്നെയാണ് കണ്ടുവരുന്നത്. അപ്പോൾ അവർക്ക് ഇന്ന് വരെ ഫീൽ ചെയ്യാത്ത ഒരു ഐറ്റമാണ് അവർക്ക് ആവശ്യം. ഏറ്റവും കൂടുതൽ മോക്കപ്സുകൾ, ബാത്റൂം മോക്കപ്സുകളുള്ള ഷോറൂമാണ് ഇത്. ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് മോക്കപ്സ് നോക്കിയാൽ ഇത്രയും മോക്കപ്സ് ഉള്ള വേറൊരു ഷോറൂമില്ല. നമുക്ക് സാനിറ്ററിയിലാണെങ്കിൽ ഒരു 6,000 റുപ്പീസ് തൊട്ട് ഒരു 7.5 lakhs വരെയുള്ള സാനിറ്ററീസ് അവൈലബിൾ ആണ്. ഈ ഗ്രാനൈറ്റിലോ അല്ലെങ്കിൽ ടൈലിലോ ഒരു സ്ക്രാച്ച് വിടാൻ നമുക്ക് പ്രാർത്ഥിക്കാന്നുള്ളതല്ലാണ്ട് ഒരു മാർഗ്ഗമില്ല കളയാനായിട്ട്. പക്ഷെ ഇത് റീപോളിഷബിളാണ്. എന്താണെങ്കിലും നമുക്ക് എന്ത് സ്റ്റെയിൻ പിടിച്ചാലും നമുക്ക് റീപോളിഷബിൾ ആണ്. 4 ഫീറ്റ് വ്യത്യാസം നമുക്കറിയാം. ഇത് നല്ല റഫാണ്. അതെ അതെ, ഇത് കുറച്ചുകൂടെ ഒരു മാറ്റ് ലെവലിലോട്ട് വരുന്നു. ഇത് വീണ്ടും സോഫ്റ്റ് ആണ്. ഇത് ഗ്ലോസിയാണ്. ജാരിയ, RAK, സിംബോളോ, മോട്ടോ, നെക്സിയോ ആണ്. ഇത്രയാണ് ബ്രാൻഡ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഈ മോള് വേറെ പീസ് ഒട്ടിച്ചേക്കുമല്ലേ, ഇതും ടൈല് തന്നെയാണോ? അത് ശരി, വേറെ സംഭവമൊന്നുമല്ല. അല്ല, ഇതും ടൈല് തന്നെയാണ്. ഒരു ടൈല് ഫയർ ചെയ്ത് അതിൻ്റെ അകത്തുനിന്ന് പീസുകൾ കട്ട് ചെയ്ത് മാറ്റി അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. Come on everybody. സച്ചിൻ, ടിഞ്ചു, നമ്മളെവിടെ? നമ്മുടെ സ്വന്തം പാലായില്, കോട്ടയം പാലായിലാണ് നമ്മുടെ കൊച്ചിൻ സാനിവേഴ്സ്. കൊച്ചിൻ സാനിവേഴ്സ്, അതായത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഷോറൂമാണ്. ടൈൽസ് ആൻഡ് സാനിറ്ററിവേഴ്സിന്റെ ഒരു വമ്പൻ എക്സ്ക്ലൂസീവ് ഷോറൂം. അത്ര വൈഡ് റേഞ്ച് കളക്ഷൻ ഉണ്ടെന്ന് മാത്രമല്ല, ഏത് ബഡ്ജറ്റിനനുസരിച്ച് ഇവിടെ അതിനനുസരിച്ചുള്ള മെറ്റീരിയൽ ഉണ്ട്. അതിന്റെ തന്നെ പല വേർഷൻസും ഉണ്ട്. അപ്പൊ ഏത് തരത്തിലുള്ള ആളുകൾക്കും ഇവിടെ വരാം. കുറച്ച് ഏറ്റവും പ്രീമിയം നോക്കുന്ന ആളുകൾ തൊട്ട് സാധാരണ ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വരെ ഇവിടെ വന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. കാരണം A to Z സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അതെ, ഇതാണ് സുനീഷ് ജോയ് സാർ. സാർ നമസ്കാരം. നമസ്കാരം. നമ്മുടെ കൊച്ചിൻ സാനിവേഴ്സിന്റെ എല്ലാമായ സുനീഷ് സാർ, നമസ്കാരം. 80,000 സ്ക്വയർ ഫീറ്റിലാണല്ലേ നമ്മുടെ കൊച്ചിൻ സാനിവേഴ്സിന്റെ പാലായിലുള്ള ഈ ഷോറൂം ഒരുക്കിയിരിക്കുന്നത്? അതെ അല്ലേ, വമ്പനൊരു സെറ്റപ്പാണ്. ഇത് സത്യത്തിൽ സൗത്ത് ഇന്ത്യയിലെ ടൈൽസ് ആൻഡ് സാനിറ്ററിവേഴ്സിന്റെ ഏറ്റവും വലിയ ഷോറൂമാണ്. അത്രത്തോളം കളക്ഷൻ ഉണ്ടെന്നുള്ളതാണ്. എത്ര നാളായി തുടങ്ങിയിട്ട്? ഞങ്ങൾ ഈ ഫീൽഡിലേക്ക് വന്നിട്ട് 24 വർഷമായി. ഈ ഷോറൂം തുടങ്ങിയിട്ട് 5 മാസമായിരുന്നു. 5 മാസമായിട്ടുള്ളൂ. 3 നിലകളിലായിട്ടാണ് ഇവിടെ ഈ എല്ലാ സംഭവങ്ങളും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ബ്രാൻഡുകളാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ടൈൽസിലാണെങ്കിൽ മെയിൻ കജാരിയ, RAK, സിംബോളോ, മോട്ടോ, നെക്സിയോ ആണ്. ഇത്രയാണ് ബ്രാൻഡ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സാനിറ്ററിവേഴ്സിൽ കോളർ, ഗ്രോഹെ, അമേരിക്കൻ സ്റ്റാൻഡേർഡ്, ജാഗ്വാർ, കറോയിൽ, ഹിൻഡുവെയർ, അങ്ങനെയുള്ള എല്ലാ ബ്രാൻഡുകളും. ഓക്കെ. ഇപ്പോൾ എല്ലാം നമുക്ക് നടന്ന് കാണാൻ പറ്റില്ല, പക്ഷേ ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ നമ്മൾ നടന്ന് കണ്ടാലോ? യെസ്. മാത്രമല്ല കജേറിയുടെ ഏറ്റവും കൂടുതൽ സെയിൽസ് നടത്തുന്ന ഒരു സ്ഥാപനം കൂടെയാണല്ലേ? അത് കജാരിയുടെ ഐക്കൺ അവാർഡ് നമ്മൾ കഴിഞ്ഞ 7 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. കേരളത്തിൽ ഈ ഇത്രയും കാലങ്ങളായിട്ട് ഐക്കൺ ഡീലർ ആയിട്ടുള്ളത് കൊച്ചിൻ സാനിവേഴ്സ് മാത്രമേ ഉള്ളതാണ്. ഈ സ്റ്റുഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കജാരിയുടെ എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ, കമ്പനി ഷോറൂം എന്ന് പറയുന്നത് തന്നെ 13,000 സ്ക്വയർ ഫീറ്റ് ആണ്. ഇത് കജാരിക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് 15,000 സ്ക്വയർ ഫീറ്റ്. അപ്പോൾ അവരുടെ ഡിസ്പ്ലേ സെന്ററിനേക്കാൾ കൂടുതൽ ഇവിടെ കളക്ഷൻസ് ഇവിടെ ഉണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുമ്പം അത് രാവിലെ വരണം എന്ന് എനിക്ക് തോന്നുന്നത്. അത് രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെയെങ്കിലും നിന്ന് കാണാനുള്ള ഏരിയ ഉണ്ട്. ഇത്ര ഏരിയ ഉള്ളതുകൊണ്ട് കസ്റ്റമർ എപ്പോഴും ഒരു ടൈം എടുത്ത് തന്നെ വരണം. നമ്മൾ കസ്റ്റമേഴ്സിനോട് പറയുന്നത് ഒരു ഹെർബറി ആയിട്ട് പറയരുത്, ഇച്ചിരി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട്. ഇത് ലൈഫിൽ ഒന്നാണ് ഒരു വീട് പണിയുന്നത്. ഇത്രയും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് പണിയുന്നു. അപ്പോൾ അതിൻ്റേതായ ഒരു ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണം. കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് അതിനനുസരിച്ച് ഫീഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ നമുക്കുണ്ട്. അവരുടെ ടെൻഷൻ 100% നമുക്ക് സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. ആശ്വാസത്തോടെ പോകാൻ 100%. അത് ഏറ്റവും കൂടുതൽ മോക്കപ്സുകൾ, ബാത്റൂം മോക്കപ്സുകളുള്ള ഷോറൂമാണ് ഇത്. ഇതല്ലേ ഏറ്റവും കൂടുതൽ? അതെ, ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് മോക്കപ്സ് നോക്കിയാൽ ഇത്രയും മോക്കപ്സ് ഉള്ള വേറൊരു ഷോറൂമില്ല. ഈ ടൈൽ സെഗ്മെന്റ് അല്ലെങ്കിൽ ഡിസൈൻ ഒക്കെ ഇങ്ങനെ കാലാകാലങ്ങളിൽ അത് വളരെ പെട്ടെന്ന് തന്നെ മാറിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഇതുവരെ കാണാത്ത ചില പുതിയ മോഡലിലുള്ള മോക്കപ്പുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ പ്രത്യേകത എന്ന് ഞങ്ങൾ പറയുന്നത് തന്നെ കേരളത്തിൽ ഇന്ന് വരെയും കണ്ടിട്ടില്ലാത്ത കളക്ഷൻസ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ ഇന്ന് വരെയും ഫീൽ ചെയ്യാത്ത, അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ട് ആയിക്കോട്ടെ, ഒരു എഞ്ചിനീയർ ആയിക്കോട്ടെ, അവരൊക്കെ ഏത് കടയെ റിപ്പീറ്റ് ചെയ്ത് പോകുമ്പോഴും സെയിം ഐറ്റം തന്നെയാണ് കണ്ടുവരുന്നത്. അപ്പോൾ അവർക്ക് ഇന്ന് വരെ ഫീൽ ചെയ്യാത്ത ഒരു ഐറ്റമാണ് അവർക്ക് ആവശ്യം. അതിനുള്ള കളക്ഷൻസ് ഞങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. കജേറിയുടെ സെഗ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ തൊട്ടപ്പുറം വേറെ സെഗ്മെന്റ് ഉണ്ട്, RAK. അതെ, RAK ഇതുപോലെ തന്നെ ഒരു പ്രീമിയം ഒരു ഇന്റർനാഷണൽ ബ്രാൻഡാണ്. RAKയുടെ ഏറ്റവും വലിയ സ്റ്റുഡിയോ ആണ് ചെയ്തേക്കുന്നത്. 4,000+ സ്ക്വയർ ഫീറ്റ് ഉള്ള സ്റ്റുഡിയോ ആണ്.
വലിയ ഏരിയ ആണ്. നല്ല ഏരിയ അല്ലേ, നല്ല നല്ല പ്രീമിയം ആയിട്ട് ഇത് ചെയ്തേക്കുന്നത്. ആറേക്കും ഇതുപോലെ തന്നെ നമ്മൾ മോക്കപ്സ് ചെയ്തിട്ടുണ്ട്. അതെ, വലിയ നല്ല കളക്ഷൻ. മോക്കപ്സിന്റെ എണ്ണത്തിൽ ഒരു കുറവ് വരുത്തിയിട്ടില്ല. എല്ലാ ബ്രാൻഡിനും അതുപോലെ കസ്റ്റമറിന് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് മോക്കപ്സ്. അതെ, മോക്കപ്സ് ഉണ്ടെങ്കിൽ വരിക, കാണുക, എൻ്റെ ബാത്റൂം ഇതുപോലെ വരും എന്നുള്ളൊരു ഫീൽ കിട്ടാന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. കജേരയ്ക്കും ഇപ്പുറത്താണ് നമ്മുടെ സിംബോളോ ടൈൽസ് ആൻഡ് ബാത്ത് വരുന്നത്. അതെ, അതും ചില്ലറ ഒരു ഏരിയ അല്ല, വലിയൊരു ഏരിയ തന്നെയാണ്. സിംബോളോയുടെ കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റുഡിയോ ആണിത്. എല്ലാത്തിൻ്റെ ഏറ്റവും വലിയ സ്റ്റുഡിയോ തന്നെയാണ്. അത് പറയാം. സിംബോളോയുടെ ടൈൽസിൻ്റെ വേറെ പ്രത്യേകം എടുത്തു പറയേണ്ടത്, ഈ ബ്രാൻഡിന് ഒരേ ഒരു ഡിസൈൻ പല സൈസിലും പല ഫിനിഷസിലും അവൈലബിൾ ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ടൈൽസ് ഇത് നമുക്ക് 4 സൈസിൽ അവൈലബിൾ ആണ്. 4x2, 80-160, 6x4, 8x4. ഇത് 8x4 സൈസാണ്. ഇങ്ങനെ 4 സൈസിൽ ഇത് അവൈലബിൾ ആണ്. ഇത് 4 ഫിനിഷസിലുമാണ്. ഇത് ഗ്ലോസി, ഇത് പെപ്പർമാറ്റ് എന്ന് പറഞ്ഞാൽ മാറ്റ് ഫിനിഷാണ്. ഇത് അതിൻ്റെ കുറച്ചുകൂടെ ഗ്രിപ്പ് ഉള്ളതാണ്. ഇത് കുറച്ചുകൂടെ ഗ്രിപ്പ്. ഒന്ന് ഫീൽ ചെയ്ത് നോക്കി, 4 ഫീൽ ചെയ്ത് വ്യത്യാസം നമുക്കറിയാം. ഇത് നല്ല റഫാണ്. അതെ അതെ, ഇത് കുറച്ചുകൂടെ ഒരു മാറ്റ് ലെവലിലോട്ട് വരുന്നു. ഇത് വീണ്ടും സോഫ്റ്റ് ആണ്. ഇത് ഗ്ലോസിയാണ്. ഇത് ഗ്ലോസിയാണ്. ഇപ്പം ഇങ്ങനെ ഈ 4 ഫിനിഷസും നമുക്ക് 4 സൈസിൽ കിട്ടും. അതിന് കൂടെ തന്നെ ഇപ്പോൾ ഒരു ഹൈലൈറ്റർ, നമ്മുടെ ഇത് ഫ്ലോർ കൊടുത്തു കഴിയുമ്പോൾ ഒരു ഹൈലൈറ്റർ വാളുണ്ട്, അവിടെ നമുക്ക് ഒരു ഹൈലൈറ്റർ കൊടുക്കണം. ഇത് എടുക്കാം. ഇതും നമുക്ക് ഇതുപോലെ തന്നെ പല ഫിനിഷസ് അവൈലബിൾ ആണ്. ഇനി ചെറിയ സ്പ്ലിറ്റ് ടൈൽസ് വേണം, ഈ 2 സ്പ്ലിറ്റ് ടൈൽസ് കിട്ടും. അതും ഇത് തന്നെയല്ലേ വരുന്നത്? അത് ഇതേ ടൈൽസിന്റെ തന്നെയാണ് സ്പ്ലിറ്റ് ടൈൽസ് കൊടുക്കുന്നത്. അതൊരു കോൺട്രാസ്റ്റ് കൂടെ വേണമെങ്കിലാണ് ബ്ലാക്ക് കൊടുത്തേക്കുന്നത്. ഞാനൊരു പുതിയ പ്രോഡക്റ്റ് കാണിക്കാം. ഇത് ക്വാഡ്സ് ആണ്. ഇപ്പം നമ്മൾ സാധാരണ പലരും സാറിനോട് ചോദിക്കും കിച്ചണുള്ള സൊല്യൂഷൻസ്, കിച്ചൺ സ്ലാബിനുള്ള സൊല്യൂഷൻസ് എന്നതൊക്കെയാണ്. ഇപ്പം നോർമൽ മാർക്കറ്റിൽ അവൈലബിൾ ആയുള്ള സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ഗ്രാനൈറ്റ് സ്ലാബ്, പിന്നെ നാനോ വൈറ്റ്, പിന്നെ ഈ ടൈൽസിൻ്റെ തന്നെ 15 mm തിക്നെസ് ഉള്ള ടൈലുകൾ, പിന്നെ ഉള്ളത് ക്വാഡ്സ്. ഇങ്ങനെ 4 സൊല്യൂഷൻസ് ആണ് ഉള്ളത്. അപ്പം ഇതിൻ്റെ അകത്ത് ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ക്വാഡ്സാണ്. ഞാൻ എൻ്റെ റീസണും കൂടെ ഒന്ന് പറയാം. ഇപ്പം ഈ നമ്മൾ പറഞ്ഞ 4 പ്രോഡക്റ്റുകളും സ്റ്റെയിൻ പിടിക്കുകയല്ല എന്നാണ് പറയപ്പെടുന്നത്. അതെ, പക്ഷെ ഇൻ കേസ് സ്റ്റെയിൻ പിടിച്ചാൽ എന്ത് ചെയ്യും? ഈ ബാക്കി 3 പ്രോഡക്റ്റിന് റിമൂവ് ചെയ്യാൻ മാർഗ്ഗമില്ല. പക്ഷെ ക്വാഡ്സ് ആണെങ്കിൽ റീപോളിഷബിൾ ആണ്. എന്താണെങ്കിലും നമുക്ക് എന്ത് സ്റ്റെയിൻ പിടിച്ചാലും നമുക്ക് റീപോളിഷബിൾ ആണ്. ഇനി ഒരു സ്ക്രാച്ച് വീണാൽ, ഈ ഗ്രാനൈറ്റിലോ അല്ലെങ്കിൽ ടൈലിലോ ഒരു സ്ക്രാച്ച് വീണാൽ നമുക്ക് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാണ്ട് ഒരു മാർഗ്ഗമില്ല കളയാനായിട്ട്. പക്ഷെ ഇത് റീപോളിഷബിൾ ആണ്, നടക്കൂല്ലേ? 100%. പിന്നെ ഇത് നോക്കി, ഈ പീസിൽ എവിടെയെങ്കിലും ഒരു ജോയിന്റ് അറിയാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ഇതിന് ജോയിന്റ് ഉണ്ട്. നോക്കിയോ, സൈഡ് എല്ലാം നോക്കിയോ, എവിടെയൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയോ. ഇല്ല, നല്ല തിക്നെസ്സിൽ വന്നത് ഒരു സിംഗിൾ പീസ് ആയിട്ടാണ്. യെസ്, ഞാനൊന്ന് കാണിക്കാം. ഞാനൊന്ന് എടുക്കാം. കണ്ടോ? ഈ പീസ് ഒട്ടിച്ച് വെച്ചേക്കുന്നത് അതിന്റെ ജോയിന്റുകൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ജോയിന്റ് ചെയ്യണമെങ്കിൽ, ഈ പെർഫെക്ഷൻ വർക്ക് കിട്ടണമെങ്കിൽ ഇത് ക്വാഡ്സ് മാത്രമേ പറ്റുള്ളൂ. പിന്നെ ഞാൻ വേറൊരു സാധനോട് കാണിക്കാം. ഈ ക്വാഡ്സിന്റെ ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ വശം എങ്ങനെയാ വന്നേക്കുന്നതെന്ന് കാണിക്കും. ഉള്ളിലോട്ട് ഡെപ്ത് എങ്ങനെ ഉണ്ടെന്ന്. ഇത് ചുമ്മാ നമ്മൾ ഷോയ്ക്ക് അങ്ങ് ചെയ്തേക്കുന്ന, നമുക്ക് ഈ കസ്റ്റമറിന് ഈ ഇതിന്റെ സ്ലാബിന്റെ ഉൾവശം എന്താണെന്നുള്ള അറിയണമല്ലോ. കാർവ് ചെയ്യുമ്പോൾ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത് കണ്ടോ? ഈ മോളിൽ കാണുന്ന സെയിം ഡിസൈനാണ് അതിൻ്റെ ഉള്ളിലോട്ട് വന്നേക്കുന്നത്, മാറിയിട്ടില്ല. ഈ മോൾഡ് ചെയ്തേക്കുന്ന പ്രശ്നം നോക്കി, നമ്മൾ എന്താണോ ഫ്രണ്ടിലുള്ളത് അതേ സെയിം ലുക്കിലാണ് ആ മോൾഡിങ് വന്നേക്കുന്നത്. അപ്പൊ മനസ്സിലായല്ലോ അതിന്റെ ഒരു ക്വാളിറ്റി. ബാറ്റ് ഷട്ടിൽ കളിക്കാൻ കൊള്ളത്തില്ല, അതെടുക്കാൻ പറ്റത്തില്ല. നമ്മൾ കുറെ കൂടെ പ്രീമിയം സെഗ്മെന്റിലോട്ട് വരുമ്പോൾ ഒരു ഓപ്ഷൻ ഉണ്ട്, നെക്സിയോൺ. ഇന്ത്യയിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പ്രീമിയം നമ്മള് സിംബോളെ കണ്ടു. സിംബോൾ ഒരു പ്രീമിയം എന്ന് പറഞ്ഞ സിംബോളെ കണ്ടു. അതിന്റെ ഒരേ ടൈൽസ് തന്നെ നമ്മൾ 4 ഫിനിഷസ് വരെ കണ്ടു. അല്ലെ, നെക്സിയോണിൽ 5 ഫിനിഷസ് ഉണ്ട്. ഒരു പടി കൂടെ കടന്ന് 5 ഫിനിഷ് വരെ എത്തി. പിന്നെ വേറെ കേസുണ്ട്, സിംബോളെ നമുക്ക് ഒരേ ടൈൽസ് തന്നെ, ഒരു ഡിസൈൻ തന്നെ നമുക്ക് 4 സൈസിലാണ് കിട്ടിയത്. നെക്സിയോണിൽ 5 സൈസിലുണ്ട്. ഇതിപ്പം 5. അതെ, നമുക്ക് പിടിച്ച് ഫീൽ ചെയ്ത്. ഇത് ടൈൽസിന്റെ പീസ് തന്നെ കേട്ടോ, ടൈലിന്റെ പീസ് തന്നെ ഒട്ടിച്ച് വെച്ചേക്കുന്നതാണ്, കട്ട് ചെയ്ത് ഒട്ടിച്ച് വെച്ചേക്കുന്നതാണ്. ഇത് 5 ഫിനിഷസ് ആണ്. ഇത് കുറച്ചുകൂടെ ഗ്ലോസി കുറഞ്ഞത്, ഇത് കുറച്ചുകൂടെ മാറ്റ്, കുറച്ചുകൂടെ വേവി ആയിട്ടുള്ള ഒരു ഫിനിഷ് ആയിരുന്നു. ഈ ടൈൽസുകളെല്ലാം നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ഉണ്ട്. ഒരു കസ്റ്റമർ ഈസി ആയിട്ട് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പം അവിടെ ഒരു ടൈല് കാണുന്നു, അപ്പോൾ ആ ടൈൽസിന്റെ വേറൊരു ഫിനിഷസ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഫിനിഷ് ഫീൽ ചെയ്യാൻ പറ്റും. തൊട്ട് നോക്കിയിട്ടൊക്കെ പോയാൽ ഫീൽ ചെയ്യാൻ. അടുത്ത ബ്രാൻഡ് വന്നു. ഇത് ഇസ്പിരയാണ്. ഇത് ശരിക്കും നെക്സിയോണിന്റെ തന്നെയാണ്. നെക്സിയോണിന്റെ തന്നെ കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു തൊട്ട് താഴെ വരാം. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നെക്സിയോൺ നമ്മൾ പറഞ്ഞ 5 സൈസ് ഉണ്ട്, 5 ഫിനിഷസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിന് 3 സൈസ് ഉണ്ട്, 3 ഫിനിഷസ് ഉണ്ട്. അതിന്റെ അനുസരിച്ച് ചെറിയ ബഡ്ജറ്റ് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് പുസ്തകം പറിക്കുന്ന പോലെ പല മോഡൽസ് നോക്കി കാണാം.
അതും കഴിഞ്ഞു. ഇനി മോട്ടോ, അടുത്ത ബ്രാൻഡ് കേട്ടോ. മോട്ടോയുടെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ലാബ്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണിത്. വേറൊരു ബ്രാൻഡിന് നമ്മൾ 80-40 സൈസുള്ള സ്ലാബ്സുകൾ, 8 അടി നീളമുള്ള സ്ലാബ്സുകൾ, വേറെ ഒരു ബ്രാൻഡിനും ഇത്രയും കളക്ഷൻ സ്ലാബ്സുകൾ അവൈലബിൾ അല്ല. മോട്ടോയ്ക്ക് അതിന് മാത്രമുണ്ട്. പിന്നെ ഒത്തിരി വെറൈറ്റി ടൈൽസുകൾ നമ്മൾ ഇന്നേ വരെ ഫീൽ ചെയ്യാത്ത കൂട്ട് ഒത്തിരി വെറൈറ്റി കളക്ഷൻസ് മോട്ടോയ്ക്കുണ്ട്. ശരിക്കും ഒരു കസ്റ്റമറിന് വന്ന് നല്ല ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഗാലറിയാണ് മോട്ടോയുടെ മാത്രമല്ല എല്ലാം നോക്കുമ്പോൾ ഒന്നും കുറവൊന്നുമല്ല. നമ്മളിപ്പോൾ പറഞ്ഞ സിംബോളോ പോലെ തന്നെ മോട്ടോയ്ക്കുള്ള ടൈൽസ് കേട്ടോ. ഒരേ ടൈൽസ് തന്നെ 4 ഫിനിഷസിലുണ്ട്, ഒരേ ടൈൽസ് തന്നെ 4 സൈസിലുണ്ട്. സിംബോളോ കാണിച്ച അതുപോലെ തന്നെ ഇതിന് അവൈലബിൾ ആണ്. കുറെ കൂടെ ക്രിയേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ കുറെ കൂടെ എസ്തെറ്റിക്കലി വേറൊരു ടൈപ്പ് സംഭവത്തിലേക്ക് നമുക്ക് പോവാം. കുറെ കൂടെ ഹൈലൈറ്റ് വാൾസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അതെ ഭയങ്കര രസമുള്ള ഒരു സെഗ്മെന്റ് ഇവിടെ ഉണ്ട്. അതെ അല്ലേ? അതെ, ഇത് ഫോഷ്യ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഫോഷ്യയുടെ എക്സ്ക്ലൂസീവ് കളക്ഷൻസ് ആണ് ഉള്ളത്. പറഞ്ഞ നമ്മൾ ഇന്നേ വരെ കാണാത്ത വേറെ ലെവൽ പ്രോഡക്റ്റുകളാണ് ഇവിടെ. അതെ, ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ടൊക്കെ കാണുന്നത്. ഹൈലൈറ്റ് വാൾസ് ഇല്ലേ, ഒരു നമുക്കിപ്പോൾ ഒരു വീട്ടിൽ തന്നെ ആവണമെന്നില്ല, അത്യാവശ്യം ഒരു ഹോട്ടൽ സ്പേസിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള സെറ്റപ്പ് ആണെന്നായിട്ട് എനിക്ക് തോന്നിയത്. അല്ലേ? അതെ, ഇതൊക്കെ ഒരു വാൾ ഹൈലൈറ്റ്, ഒരു ലാർജ് ഏരിയക്കാണ്. ലാർജ് ഏരിയ സ്മോൾ ഏരിയ ഏതാണ് കുഴപ്പമുള്ളതല്ല. ഇത് ടൈൽസിന്റെ നമുക്ക് റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് ഏരിയ വലുതും ചെറുതും ആക്കാം. കാരണം ടൈൽസിന്റെ പ്രൊജക്ഷൻ നോക്കി ഇതൊരു വാൾപേപ്പർ ഒട്ടിച്ച പോലെയാണ് തോന്നുന്നത്. പക്ഷേ വാൾപേപ്പർ പക്ക ഒറിജിനൽ ടൈൽ തന്നെയാണ്. അതെ, ഒരു 3D ലെവലിൽ നമുക്ക് തോന്നും. ആ പ്രൊജക്ഷൻ അതുപോലെ തന്നെ ഫീൽ ചെയ്യും. അതുപോലെ ഫീൽ ചെയ്യുന്നു. ഇത് ഒറ്റ പീസ് ആണ് അല്ലല്ലോ? ഇത് 4x2 സൈസിൽ അവൈലബിൾ. ഈ താഴത്തെ കാണുന്ന ഒരു ഡിസൈൻ, ഈ ബോർഡർ വരെ ഒരു ഡിസൈനാണ്. ഈ ബോർഡറിന് മുകളിലോട്ട് അടുത്ത ഡിസൈൻ വരും. ഇത് തന്നെ ഒരു പീസ്, ഇതൊരു പീസ്, ഇത് ജോയിൻ ചെയ്തിട്ടാണ് വരുന്നത്. അതെ, നമുക്കിത് എത്ര വേണമെങ്കിലും, എത്ര വലിയ ഏരിയ ആണെങ്കിലും ഇതിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് കിട്ടുന്നതാണ്. ഇത് കുറച്ച് ഡിസ്റ്റൻസ് നോക്കണം. വലിയൊരു വാൾ ഹൈലൈറ്റ് ചെയ്തിരിക്കാൻ നല്ല ഭംഗിയായിരിക്കും. ഭയങ്കര ലുക്ക് ആയിരിക്കും. ഭയങ്കര ലുക്ക്. അടിപൊളി അടിപൊളി. നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഏരിയ ഹൈലൈറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മെയിൻ വാളുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കാൻ പറ്റുന്ന ഒത്തിരി പിക്ചേഴ്സ് ഉണ്ട്. അതുപോലെ ബുദ്ധൻ നമ്മൾ എപ്പോഴും എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. ഇന്ന് മതസ്കറൊന്നുമില്ല, എല്ലാ ആൾക്കാരും ഇഷ്ടപ്പെടുന്നതാണ് ബുദ്ധനെ. അതുപോലെ ഒത്തിരി പിക്ചേഴ്സുകളുണ്ട്. ഇനി ഓരോ മതത്തിൻ്റെയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ ജീസസ് ക്രൈസ്റ്റ്, ഗണപതി, അങ്ങനെ എല്ലാ മതത്തിൻ്റെയുമായിട്ട് ബന്ധപ്പെട്ട പിക്ചേഴ്സുകളുണ്ട്. അങ്ങനെ താല്പര്യമുള്ള ആൾക്കാർക്ക് അങ്ങനെ ഏത് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി പ്രോഡക്ട്സിലൂടെ അവൈലബിൾ. ഇപ്പം നമ്മൾ കണ്ടല്ലോ ഡെക്കറേറ്റഡ് ടൈൽസ്, അതിന് വേറൊരു കളക്ഷനാണിത്. ഈ ശരിക്കും ഈ മോള് വേറൊരു പീസ് ഒട്ടിച്ചേക്കുമല്ലേ, ഇതും ടൈല് തന്നെയാണോ? ശരി, വേറെ സംഭവമൊന്നുമല്ല. അല്ല, ഇതും ടൈല് തന്നെയാണ്. ഒരു ടൈല് ഫയർ ചെയ്ത് അതിൻ്റെ അകത്തുനിന്ന് പീസുകൾ കട്ട് ചെയ്ത് മാറ്റി അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഇതിന്റെ കളർ കാര്യത്തിലെല്ലാം 100% ഗ്യാരണ്ടിയാണ്. എത്ര വർഷം കഴിഞ്ഞാലും കളർ ഫേഡിങ് ഒന്നും ഉണ്ടാവില്ല. ഒരേ ടൈല് തന്നെ 3 ടൈമിൽ ഫയർ ചെയ്താണ് ഇതെടുക്കുന്നത്. അങ്ങനെ അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്നത്. ഇത് കണ്ടാൽ വേറെ മെറ്റീരിയലാണ്, പൊളിച്ച് കളയാനൊക്കെ തോന്നും. പറ്റൂല. അത് ഇത് കളറിന്റെ കാര്യത്തിലും ഫിക്സിങ്ങിന്റെ കാര്യത്തിലും എല്ലാം 100% ഗ്യാരണ്ടിയാണ്. നമ്മൾ ഇത്ര നേരം പ്രീമിയം സെഗ്മെന്റ് ആയിട്ടുള്ള ടൈലുകൾ മൊത്തം പറഞ്ഞിരുന്നത്. മാത്രമല്ല ഇനി കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൈൽ സെഗ്മെന്റ് കൂടെ ഉണ്ട്. നമുക്ക് ഏത് റേഞ്ചിലുള്ള കസ്റ്റമേഴ്സിനെ ഫീഡ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഒരു 4x2 ടൈൽസ് നോക്കുവാണെങ്കിൽ ഒരു 32 റേഞ്ച് തൊട്ട് ടൈൽസ് ഇവിടെ അവൈലബിൾ ആണല്ലേ. 6x4 ടൈൽസ് നോക്കുവാണെങ്കിൽ ഒരു 55 റേഞ്ച് തൊട്ട് ടൈൽസുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു പ്രീമിയം കസ്റ്റമേഴ്സിന് മാത്രമുള്ള പ്രോഡക്റ്റ്സ് എന്നുള്ളതല്ല, എല്ലാ റേഞ്ച് കസ്റ്റമേഴ്സിനും പ്രോഡക്റ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ടൈൽ സെഗ്മെന്റ് കഴിഞ്ഞു, പല ബ്രാൻഡുകൾ കണ്ടു, പല കളക്ഷൻസ് കണ്ടു. ഇനി നമ്മൾ സാനിറ്ററിവേഴ്സിന്റെ സെക്ഷനിലാണ് വന്നിരിക്കുന്നത് അല്ലേ? അതും ഏറ്റവും വലിയ വിപുലമായ സെഗ്മെന്റ് തന്നെ ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലാണ് ചെയ്തിരിക്കുന്നത്. സാനിറ്ററി നമ്മൾ ചെയ്യുന്നത് നോവാക്ക്, കോളർ, ഗ്രോഹെ, അമേരിക്കൻ സ്റ്റാൻഡേർഡ്, ജാഗ്വാർ, കറോവിറ്റ്, അങ്ങനെ എല്ലാ പ്രീമിയം ബ്രാൻഡ്സുകളും അവൈലബിൾ ആണ്. ഓക്കെ. നമുക്ക് സാനിറ്ററിയിലാണെങ്കിൽ ഒരു 6,000 റുപ്പീസ് തൊട്ട് ഒരു 7.5 lakhs വരെയുള്ള സാനിറ്ററീസ് അവൈലബിൾ ആണ്. അതും ഈ പറഞ്ഞ പോലെ ഏറ്റവും താഴെ തൊട്ട് ഏറ്റവും പ്രീമിയം ലെവൽ വരെ ഉണ്ട്. അത് ഏത് റേഞ്ച്, ഏറ്റവും താഴെ തൊട്ട് ഏറ്റവും പ്രീമിയം എന്നുള്ളതല്ല, ഏത് ലെവലിലുള്ള കസ്റ്റമേഴ്സ് ആഗ്രഹിക്കുന്നു ആ കസ്റ്റമറിന് ഫീഡ് ചെയ്യാനുള്ള പ്രോഡക്റ്റ്സ് നമുക്കുണ്ട്. അപ്പം ഈ എല്ലാ ബ്രാൻഡിൻ്റെയും ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ കളക്ഷൻസും നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ സാനിറ്ററിയിലൊക്കെ ആണെങ്കിൽ ഓട്ടോ സെൻസറിങ്, അങ്ങനെ എല്ലാ മോഡൽസിലും സാനിറ്ററിയിലും അവൈലബിൾ ആണ്. അത് മാത്രമല്ല ബാത്റൂം ഫിറ്റിംഗ്സ്, മിറേഴ്സ് എല്ലാ കസ്റ്റമൈസേഷൻ ചെയ്ത് കൊടുക്കുന്നത്. അതെ, മിറേഴ്സ് നമ്മൾ കസ്റ്റമൈഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. കസ്റ്റമേഴ്സിൻ്റെ ഓരോ പറയുന്ന മെഷർമെൻറ്റിന് പറയുന്ന ഡിസൈനിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പല ക്ലിനിക്കിൻ്റെ ഒക്കെ നമ്മൾ ലോഗോ വാൾ പോലും നമ്മൾ മിററിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ നമുക്ക് ഒരു കടയിൽ ചെല്ലുമ്പം ടൈൽസിന്റെ മോക്കപ്സുകൾ കാണാം. ടൈൽസുകൾ ബാത്റൂമിൽ സെറ്റ് ചെയ്താൽ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാൻ പറ്റും. പക്ഷെ ഇതൊരു ബാത്റൂം മോക്കപ്സുകൾ കാണുന്നത് വളരെ കുറവാണ്. ഇതെല്ലാം നമ്മളിവിടെ ചെയ്തേക്കുന്നത് എല്ലാം ബാത്റൂം മോക്കപ്സുകളാണ്. ഒരു ബാത്റൂമിലേക്ക് വേണ്ടി WC, അതിന്റെ കൺസിൽ ടാങ്ക്, ഷവർ,
വാഷ് ബേസിൻ ഫുൾ സെറ്റ് എന്തായിരിക്കും നമ്മുടെ ബാത്റൂമിൽ ചെയ്ത് കഴിയുമ്പോൾ ഫീൽ നമുക്ക് മനസ്സിലാകാനായിട്ട് ഈ മോക്കപ്സ് ഗ്ലാസ് പാർട്ടീഷൻ എന്ന് പറയുന്നത് വളരെ കോമൺ ആണ്. ഇപ്പൊ എല്ലാ പ്രീമിയം വീട്ടിലേക്കും ചെയ്യുന്നതാണ് ഗ്ലാസ് പാർട്ടീഷൻ. അതിപ്പം ജസ്റ്റ് പാർട്ടീഷനും ഉണ്ട്, ഇത് കോർണർ ഇങ്ങനെയുള്ള പാർട്ടീഷൻസ് ക്യൂബിക്കിൾസ് നമുക്ക് അവൈലബിൾ. സാനിറ്റൈവേഴ്സിൽ വളരെ പ്രീമിയം ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കസ്റ്റമർ അഡ്വൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് കെറവിറ്റ്. കെറവിറ്റ് എന്ന് പറഞ്ഞാൽ കജാരിയുടെയാണ്. ഈ സിംഗിൾ പീസ് വാഷ് ബേസിൻസ് ഒക്കെ അവരുടെ ഒരു 3000 രൂപ റേഞ്ച് ചെയ്തിട്ട് കിട്ടും. ടേബിൾ ടോപ്പ് വാഷ് ബേസിൻസിലൊക്കെ ഒരു 1500 രൂപ 2000 രൂപ റേഞ്ച് ചെയ്തിട്ട് നല്ല ക്ലാസ് വാഷ് ബേസിൻ കിട്ടും. അതെ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്ന ഒരു അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വേണ്ടി കസ്റ്റമേഴ്സിനെ ആർക്കും നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ്. അതെ നല്ല ബ്രാൻഡും ആണല്ലേ. നല്ല ബ്രാൻഡാണ്. നല്ല കജാരി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അതിന്റെ ബ്രാൻഡ് വാല്യൂ ഉണ്ടല്ലോ. അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഇത് വലിയ ഒരു നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്പേസ് ആണ് കേട്ടോ, കൊച്ചിൻ സാനിവേഴ്സ്. ഇതിലെ വരുന്നവർ വെറുതെയെങ്കിലും ഒന്ന് കയറി നോക്കും, നന്നായിരിക്കും. പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു പുതിയ ഒരു ഡെസ്റ്റിനേഷൻ ആണ് അല്ലേ? അതെ തീർച്ചയായിട്ടും വലിയൊരു എക്സ്പീരിയൻസ് സെന്റർ ആണ്. ഒരു ദിവസം മുഴുവൻ നടന്ന് കാണാനുള്ള അത്രയുമുണ്ട്. വന്നാൽ നിരാശരാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അത്രത്തോളം കളക്ഷൻ നമ്മൾ കാണിച്ചു കഴിഞ്ഞു. ശരിക്കും പർച്ചേസ് ചെയ്യാന്നുള്ള മൈൻഡ് വരേണ്ട ആവശ്യമില്ല. ഒരു എക്സ്പീരിയൻസ് സെന്റർ ആയിട്ട് തന്നെ കൂട്ടിയാൽ അനുഭവം തന്നെയാണ്. അതെ വന്ന് ഫീൽ ചെയ്യുക, പ്രോഡക്റ്റ്സ് ഫീൽ ചെയ്യുക. അവർക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം അവർ ബാക്കിയുള്ളതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. യെസ്. അപ്പോൾ സ്ഥലം മറക്കണ്ട, കോട്ടയം പാലായിലാണ് കൊച്ചിൻ സാനിവേഴ്സ്. കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് വിളിക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ വെൽക്കം. താങ്ക് യു സർ. നൈസ്. താങ്ക് യു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോസൊക്കെ ഷെയർ ചെയ്യട്ടോ. ഒരു ബൈ പറയാം. ബൈ. താങ്ക് യു.